ഹിറ്റ് മേക്കർ സംവിധായകൻ ഗിരീഷ് ഷേഡിയുടെ പുതിയ ചിത്രത്തിൽ നായകനായി നിവിൻ പോളി. ഭാവന സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നിവിൻ പോളി നായകനായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പുറത്തുവന്നു. സർവം മായ എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കാണാത്ത മേക്ക് ഓവറിലായിരിക്കും നിവിൻ എത്തുക എന്നതാണ് പോസ്റ്റർ നൽകുന്ന സൂചന. ദ ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ എന്ന ശീർഷകത്തോടുകൂടി പുറത്തിറങ്ങിയ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പാൻ-ഇന്ത്യൻ തലത്തിൽ തരംഗമായ പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ റൊമാന്റിക് കോമഡി ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് നിവിൻ പോളി ഇനി അഭിനയിക്കുക. ഇതാദ്യമായാണ് ഗിരീഷ് ഷേഡി ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിക്കുന്നത്. മമിത ബൈജുവാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ബെൻസ് എന്ന ചിത്രത്തിനായി തയ്യാറെടുക്കുകയാണ് നിവിൻ പോളി. ഒരു ഇടവേളകൾക്ക് ശേഷം നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവായിരിക്കും ഈ ചിത്രങ്ങൾ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേര് ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രമാണിത്. ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം വിഷ്ണു വിജയുടേതാണ്. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും. മമിത ബൈജുവും നിവിൻ പോളിയും ഒന്നിക്കുന്ന 2ാമത്തെ ചിത്രം കൂടിയായിരിക്കും ഈ ചിത്രം. പ്രേമലുവിന്റെ വിജയത്തിന് ശേഷം ഗിരീഷ് ഷേഡിയും ഭാവന സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. ഷേഡിയുടെ ചിത്രത്തിലൂടെ നിവിൻ പോളിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരും. വലിയ പ്രേക്ഷക പ്രീതി ലഭിച്ച ചിത്രങ്ങളാണ് ഭാവന സ്റ്റുഡിയോസ് ഇതുവരെ നിർമ്മിച്ച 5 ചിത്രങ്ങളും.